ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ തന്നെ കൂടുതൽ മനസ്സിലാക്കി തരുന്ന അങ്ങയുടെ തിരുവചനങ്ങളിലൂടെ അവിടുന്ന് ഞങ്ങളെ നയിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കി ആ വചനം അനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ. കർത്താവേ, അങ്ങയുടെ വചനത്തിനനുസരിച്ച് ഞങ്ങൾ ജീവിക്കുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴുമാണല്ലോ ഞങ്ങളുടെ ജീവിതം ശുഭമായിട്ട് മാറുക എന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. ആ തിരിച്ചറിവോടെ അങ്ങയിലേക്ക് അടുക്കുവാനും അങ്ങയുടെ വചനത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുവാനും ആ വചനത്തിന് സമർപ്പിക്കാനും വേണ്ട വലിയ കൃപ നൽകി ഞങ്ങളെ അവിടുന്ന് പ്രത്യേകം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മ ഞങ്ങൾക്കായിട്ട് മധ്യസ്ഥം വഹിക്കണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ, നിങ്ങളെല്ലാവരും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, അല്പസമയം നമ്മൾ തിരുവചന ധ്യാനത്തിനായിട്ട് എടുക്കുക. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 3-ാം അധ്യായം 13-14 തിരുവചനങ്ങളാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകരുത്. എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. ഇവിടെ വരെ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകരുത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പാപത്തിൻ്റെ ഒരു വലിയ വഞ്ചനയുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ മനുഷ്യരൊക്കെ വിചാരിക്കാറുണ്ട് പാപത്തിൻ്റെ സുഖം എന്ന് പറയണത് വലിയൊരു സുഖമാണ് എന്നൊക്കെ. അതിൻ്റെ പിന്നാലെ പോകുന്ന അനേകം മക്കളുടെയൊക്കെ ചിന്ത ഇത് നമുക്ക് കുറേ സുഖം തരും, സന്തോഷം തരും, സംതൃപ്തി തരും എന്നൊക്കെയാണ്. പക്ഷേ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, പാപത്തിൻ്റെ വഞ്ചനയാൽ നിങ്ങൾ കഠിന ഹൃദയരായിട്ട് പോകരുത്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ തന്നെ 11-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ മോശയെക്കുറിച്ച് പറയുന്നുണ്ട്. പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളാൽ അതിനേക്കാളും ഉപരിയായിട്ട് ദൈവമക്കളുടെ വേദനയിലും കഷ്ടപ്പാടിലും പങ്കുചേരുവാനായിട്ട് മോശ ആഗ്രഹിച്ചുവെന്ന്. പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളെക്കാൾ പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ സുഖം എന്നുള്ളത് നൈമിഷികമായ സുഖമാണ്. ഏത് പാപവും എടുത്തു നോക്കിക്കോ. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി മദ്യപിക്കുന്നു, ഒരു വ്യക്തി ജഡിക പാപം ചെയ്യുന്നു, ഒരു വ്യക്തി സമ്പത്തിൻ്റെ പിന്നാലെ പോകുന്നു. ഏത് പാപത്തിൻ്റെ പിന്നാലെ പോയാലും അവിടെ നിന്ന് ലഭിക്കുന്ന സുഖം എന്ന് പറയുന്നത് നൈമിഷിക സുഖമാണ്. അതുകൊണ്ട് തന്നെ പാപം നമ്മളെ കബളിപ്പിക്കും, പാപം നമ്മെ വഞ്ചിപ്പിക്കും. അത് എന്തിലേക്ക് നയിക്കും? കഠിന ഹൃദയത്തിലേക്ക്, അതിൻ്റെ ആധിപത്യത്തിലേക്ക്, അവൻ്റെ അധികാരത്തിലേക്ക് നയിക്കുകയാണ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കണം, പാപം എന്നുള്ളത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, പിശാചിൻ്റെ പ്രവൃത്തികളാണ് പാപം. പ്രിയപ്പെട്ടവരെ, ഈ പാപത്തിൻ്റെ പ്രവൃത്തിയെ നമ്മൾ മനസ്സിലാക്കണം. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? പിശാചിൻ്റെ പ്രവൃത്തിയാണ്. ഇനി പിശാചിൻ്റെ പ്രവൃത്തിക്ക് നാം നമ്മെ വിട്ടുകൊടുത്താൽ ഓർക്കുക, മനസ്സിലാക്കുക, ആ പിശാച് നമ്മെ അടിമപ്പെടുത്തി അവൻ്റെ ആധിപത്യത്തിൽ, അവൻ്റെ നിയന്ത്രണത്തിൽ നമ്മെ കൊണ്ടുപോകും. അവൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനും ഇല്ലാതാക്കാനുമാണ്. ഇന്ന് പല പാപത്തിൻ്റെ കഠിനമാക്കപ്പെട്ട അവസ്ഥകളുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 22-ാം തിരുവചനം. അവിടെ വചനം പറയുന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വചനം പറയുകയാണ്, ദുഷ്കൃത്യങ്ങൾ ദുഷ്ടനെ കെണിയിൽ വീഴ്ത്തുന്നു, സ്വന്തം പാപത്തിൻ്റെ വലയിൽ അവൻ കുരുങ്ങുന്നു എന്നാ പറയാം. അതായത് ദുഷ്കൃത്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ചെയ്യുന്ന ദൈവപ്രമാണ ലംഘനം, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ പിന്നാലെ, ജഡത്തിൻ്റെ പിന്നാലെ പോയി ജീവിക്കുന്ന ഒരു പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് ദുഷ്കൃത്യം. അത് ചെയ്യുന്നവനെ വിളിക്കുന്ന പേരാണ് ദുഷ്ടൻ. ഈ വചനം പറയുകയാണ്, ദുഷ്കൃത്യങ്ങൾ ദുഷ്ടനെ എവിടെ കെണി വീഴ്ത്തുന്നു. നമുക്കറിയാം, ഒരു കെണിയിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ ആ ജീവിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യം. ഇന്ന് നോക്കിക്കോ, ഏത് പാപം നമ്മൾ ചെയ്താലും അതിൻ്റെ അടിസ്ഥാനത്തിലും അതിൻ്റെ ആ ആധിപത്യത്തിലും നമുക്ക് സംഭവിക്കുക എന്താണ്? ഒരു കെണി. അതിൽ പെട്ടുപോയ ഒരു എലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിയോ കെണിയിൽ പെട്ട് കിടക്കുക നിങ്ങൾ കണ്ടു കാണും. ആ
ആ ജീവിക്ക് പിന്നെ രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ആ കെണിയുടെ ഉള്ളിൽ കിടന്ന് അവിടെ കിടന്ന് നരകിക്കുന്ന, അവസാനം കെണി വച്ചവൻ അതിനെ കൊല്ലുന്ന ഒരു അവസ്ഥ നമ്മൾക്ക് കാണാറുണ്ട്. അവിടെ പിന്നെ പറയാണ്, സ്വന്തം പാപത്തിൻ്റെ വലയിൽ അവൻ കുരുങ്ങുന്നു എന്നാണ് പറയാം. ഒരു മത്സ്യമോ ഏതെങ്കിലും ഒരു ജീവി ഒരു വലയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അത് വലയെ കിടന്ന് പിടയ്ക്കും തോറും ആ വലയുടെ കുരുക്കുകൾ അതിൻ്റെ മേലിങ്ങനെ വരിഞ്ഞ് മുറുക്കി അതിനെ നശിപ്പിച്ച് കളയും, കൊന്നുകളയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് പാപത്തിൻ്റെ വഞ്ചന എന്ന് പറയുന്നത്. പാപം എപ്പോഴും എന്താ പറയുന്നത്? നിനക്ക് സുഖം തരാം, നിനക്ക് സന്തോഷം തരാം, നിനക്ക് സ്നേഹം കിട്ടും, നിനക്ക് വലിയ സംതൃപ്തി കിട്ടും, ഇതൊക്കെ പറയുന്നത്. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളനെ നമുക്കറിയാം. അദ്ദേഹം ഒരു കാലഘട്ടം മുഴുവൻ പാപത്തിൽ ജീവിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. പാപത്തിൻ്റെ അവസ്ഥയിൽ ലോകത്തിൻ്റെ പിന്നാലെ, വിദ്യാഭ്യാസത്തിൻ്റെ പിന്നാലെ, ജഡിക സുഖത്തിൻ്റെയൊക്കെ പിന്നാലെ പോയൊരു മനുഷ്യനാണ്. പക്ഷേ അവിടുന്ന് സന്തോഷം കിട്ടിയില്ല. നിരാശയുടെ പടുകുഴിയിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 13-ാം തിരുവചനത്തിലൂടെ പകലിന് യോജിച്ച വിധം പെരുമാറാം, സുഖലോലുപത, മദ്യലഹരി, അവിഹിത വേഴ്ച, വിഷയാസക്തി, കലഹങ്ങളിലൊന്നും വ്യാപരിക്കരുത്, പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കണം എന്ന ആ സത്യവചനം അദ്ദേഹത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ സത്യം ഇതാണ്. അദ്ദേഹം തൻ്റെ മാനസാന്തരത്തിന് ശേഷം പറയുന്നുണ്ട്, ഞാൻ ചെയ്ത ഓരോ പ്രവൃത്തിയും, അത് പാപപ്രവൃത്തിയാകാം, എന്തുമാകട്ടെ, ഓരോ പ്രവൃത്തിയും എനിക്ക് സന്തോഷം കിട്ടും എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്തത്. പക്ഷേ എനിക്ക് അവയൊന്നും സന്തോഷം തന്നില്ല. ഈ വചനത്തിലൂടെ മാനസാന്തരപ്പെട്ട ഈ അഗസ്തീനോസ് പുണ്യവാളൻ യേശു ക്രിസ്തുവിനെ ധരിച്ചതിന് ശേഷം പറയുന്ന കാര്യമുണ്ട്, ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നതുവരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സ്വന്തമാക്കി, കർത്താവിൽ വിലയം പ്രാപിച്ച്, കർത്താവിനെ ധരിച്ച്, ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുന്നത് വരെ നമ്മുടെ ജീവിതം അസ്വസ്ഥമായിരിക്കുമെന്ന വലിയ സത്യം ഈ അഗസ്തീനോസ് തൻ്റെ ജീവിതത്തിലൂടെ കണ്ടുപിടിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പാപത്തിൻ്റെ ഈ വഞ്ചനയിൽപ്പെട്ട് നമ്മൾ കഠിന ഹൃദയരായി പോകരുത്, ഈ കെണിയിൽപ്പെട്ട് നശിച്ചു പോകരുതെന്ന് വചനം പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം തിരുവചനം, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു പാപത്തിൻ്റെ പ്രവൃത്തി നമ്മെ വലിയ അടിമത്തത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2 പത്രോസ് 2-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിൻ്റെ അടിമയാണ് അവൻ. ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ, ഇപ്പോൾ നമ്മൾ മദ്യപാനത്താൽ തോൽപ്പിക്കപ്പെട്ടാൽ, ജഡിക പാപത്താൽ തോൽപ്പിക്കപ്പെട്ടാൽ, തെറ്റായ സ്നേഹബന്ധത്താൽ തോൽപ്പിക്കപ്പെട്ടാൽ, മ്ലേച്ഛമായ സിനിമകളാൽ തോൽപ്പിക്കപ്പെട്ടാൽ അതിൻ്റെ അടിമയാണ്. ഇനി ദൈവത്താൽ തോൽപ്പിക്കപ്പെട്ടാലോ, വചനത്താൽ തോൽപ്പിക്കപ്പെട്ടാലോ വചനത്തിൻ്റെ അടിമയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ചിന്തിക്കുക, നമ്മൾ ഏതിൻ്റെ അടിമത്തത്തിലാണ് ഇപ്പോൾ കഴിയുക. ഈ പാപത്തിൻ്റെ ശക്തി, ഞാൻ പറഞ്ഞില്ലേ, പാപത്തിൻ്റെ ഉടയവൻ പിശാചാണ്. ആ പിശാച് നമ്മെ അടിമപ്പെടുത്തി, അവൻ്റെ കെണിയിൽപ്പെടുത്തി, അവൻ അവിടെ ഇട്ട് തൻ്റെ ഇഷ്ടപ്രകാരം നമ്മോട് പെരുമാറും, നമ്മോട് പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, പാപത്തിൻ്റെ വഞ്ചനയിൽപ്പെട്ട് കഠിന ഹൃദയരായിട്ട് മക്കളെ നിങ്ങളാരും നശിച്ചു പോകരുത്. നമ്മുടെ ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. എന്താണ്? ദൈവത്തോട് ചേർന്നുള്ള ജീവിതം, ദൈവത്തെ സ്വന്തമാക്കിയുള്ള ജീവിതം, ദൈവത്തിൻ്റെതായ ജീവിതം, ക്രിസ്തുവിനെ ധരിക്കുന്ന ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. പിന്നെ വചനം പറയുന്നുണ്ടല്ലോ, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, 1:16 പറയുന്നത്, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ഒരു കാര്യം ഓർത്തോ, ഒരു പാപത്തിൻ്റെ അവസ്ഥ നമ്മൾ നമ്മുടെ ഉള്ളിലിട്ടാൽ ആ പാപം വളരും, അത് ഗർഭം ധരിക്കും. ഗർഭം ധരിച്ചാൽ അത് സംഭവിക്കണേ, അത് വളരും, അത് പ്രസവിക്കും. അത് പ്രസവിക്കുന്ന എന്താണ്? പാപം വളർന്ന് പ്രസവിച്ചാൽ ജനിപ്പിക്കുന്നത് മരണത്തെയാണ്. എത്രയോ മക്കൾ, എത്രയോ കുടുംബങ്ങൾ നശിച്ചു പോയിരിക്കുന്നു. ഞാൻ ഓർക്കുക, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ അടുത്ത്, ധ്യാനത്തിൻ്റെ അടുത്ത് സംഭവിച്ച സംഭവമാണ്. പേപ്പറിലും ലോകമെമ്പാടും വന്നൊരു വാർത്തയാണ്, നിങ്ങളൊക്കെ വായിച്ചു കാണും. ഒരു 84 വയസ്സുള്ള അപ്പച്ചൻ തൻ്റെ ഭാര്യയെയും തൻ്റെ മകനെയും അടിച്ചു കൊന്ന ഒരു സംഭവം. അതിൻ്റെ പിന്നിൽ കഠിനമായ വെറുപ്പിൻ്റെ അല്ലെങ്കിൽ ധനാസക്തിയുടെ ഒരു പ്രത്യേക ഒരു സാന്നിധ്യമുണ്ട്.
ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് പറയുന്നത്, മകനോട് കഠിനമായ വെറുപ്പ്. ആ വെറുപ്പിൻ്റെ ഒരു പാപശക്തി ഉള്ളിൽ കിടന്ന് വളർന്ന് അതിക്രൂരമായിട്ട് ആ ഭാര്യയെയും മകനെയും, അതും 84-ാമത്തെ വയസ്സിൽ കൊല്ലത്തക്ക വിധം ആ പാപത്തിൻ്റെ അതാ വചനം കണ്ടില്ലേ, പാപത്തിലൂടെ കഠിന ഹൃദയരാകരുതെന്ന്. എന്നിട്ട് അവിടെ ഈ അപ്പച്ചൻ്റെ കർമ്മത്തിന് ശേഷം ഇവരുടെ മൃതസംസ്കാര കർമ്മത്തിന് ഈ അപ്പച്ചനെ പോലീസുകാർ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും അതിശയമായിട്ട് കേട്ടൊരു കാര്യമാണ്, അവിടെ ഒരു ബൾബ് കത്തിക്കിടക്കുക. അപ്പോൾ ഈ അപ്പച്ചൻ പോലീസുകാരോട് പറയാ, ഒരു ബൾബ് കത്തിക്കിടക്കുന്നുണ്ട്, അത് ഓഫാക്കാൻ അവരോട് പറയാൻ. പ്രിയപ്പെട്ടവരെ, സ്വന്തം ഭാര്യയെ കൊന്നിട്ടും സ്വന്തം മകനെ കൊന്നിട്ടും അതിനെയൊന്നും ഒരു പശ്ചാത്താപമില്ലാത്ത വിധം അപ്പോഴും ഒരു ബൾബ് കത്തിക്കിടക്കണത്, കാരണം ഒരു AC-യുടെ പേരിൽ എന്തോ വഴക്കിൻ്റെ പേരിലാണ് ഈ സംഭവം ഉണ്ടായി, AC-10 പേരിൽ എന്ന് പറഞ്ഞാൽ സമ്പത്ത് പോകും. ആ ഒരു കാഴ്ചപ്പാട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സമ്പത്തിൻ്റെ പിന്നാലെ, ധനാസക്തിയുടെ പിന്നാലെ, ജഡിക പാപത്തിൻ്റെ പിന്നാലെ, അതോടൊപ്പം തന്നെ സമ്പത്തിൻ്റെ പേരിലൊക്കെ വെറുപ്പ്, ഭിന്നത, വാശി, വൈരാഗ്യം, പ്രതികാര ചിന്ത, ഇങ്ങനെയുള്ള ആസക്തികൾക്ക് അടിമപ്പെട്ട് പല മക്കളും ഇന്ന് തകർന്ന് തരിപ്പണമായിട്ട് നശിച്ചും കൊന്നും അങ്ങനെയൊക്കെ പോകുന്ന കാണുമ്പോൾ നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയുണ്ട്, നമ്മെ കഠിന ഹൃദയരാക്കി കളയും. ചില മക്കളെ കണ്ടിട്ടില്ലേ, മ്ലേച്ഛമായ പാപങ്ങൾ ഇങ്ങനെ ചെയ്യും, ഇതെങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാപത്തിന് അടിമപ്പെട്ട് പോയാൽ പിന്നെ എങ്ങനെ എന്നുള്ളതിന് യാതൊരു കണക്കില്ല, ഒരു കയ്യും കണക്കില്ല എന്ന് പറയില്ലേ. എന്ന് പറഞ്ഞ പോലെ ചില പാപത്തിൻ്റെ പിടിപ്പെട്ടു പോയാൽ പിന്നെ കഠിന ഹൃദയരാ, ഏത് മ്ലേച്ഛതയും ചെയ്യും, ഏത് പാപത്തിൻ്റെ ആ അടിമത്തത്തിലും ആധിപത്യത്തിലും പ്രവർത്തിക്കും, വേണമെങ്കിൽ കൊല്ലും, വേണമെങ്കിൽ നശിപ്പിക്കും, വേണമെങ്കിൽ അതിമ്ലേച്ഛമായിട്ട് പാപം ചെയ്യും. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ ഒരു അവസ്ഥയിൽ പെട്ടുപോയാൽ പിന്നെ പിശാച് ആധിപത്യം ഉറപ്പിക്കും. അവൻ ആ ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ, സ്വഭാവത്തിൻ്റെ ഭരണമേറ്റെടുക്കും. അവൻ അതിമ്ലേച്ഛമായിട്ട്, അതിപൈശാചികമായിട്ട്, അതിക്രൂരമായിട്ട് അവിടെ അവൻ പ്രവർത്തിക്കുമ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, പാരമ്പര്യത്തിലേക്ക് കടന്നു വരികയാണ്. നോർത്ത് നോക്കിക്കേ, ലോകത്തിൽ ഒത്തിരിയേറെ കൊലപാതകങ്ങൾ, അനേകം നിരപരാധികളെ കൊന്നൊടുക്കുന്ന അവസ്ഥകൾ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ പാപത്തിൻ്റെ കഠിനമാക്കപ്പെട്ടൊരവസ്ഥയാണ്, പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. സത്യമായിട്ടും ഇത് ദൈവത്തിൻ്റെ ഒരവസ്ഥയല്ല. ദൈവം സ്നേഹമാണ്. ഈ സ്നേഹത്തിന് വിരുദ്ധമായിട്ട് കൊല്ലുന്ന, നശിപ്പിക്കുന്ന, അനേകം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന പാപകരമായ ക്രൂരതയിലേക്കും, കുഞ്ഞുമക്കളെയൊക്കെ കഴുത്തറുത്ത് കൊല്ലുന്ന ക്രൂരതയിലേക്കുമൊക്കെ, കഠിനതയിലേക്കൊക്കെ നയിക്കുന്നത് ഈ പാപത്തിൻ്റെ ഉടയവനാകുന്ന പിശാചിൻ്റെ ശക്തമായ ഒരു സ്വഭാവമാണ്, അവൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, പാപത്തിൻ്റെ അവസ്ഥ നമ്മെ വഞ്ചിക്കുന്നു. അവൻ പറയും നിനക്ക് സുഖം കിട്ടും, സന്തോഷം കിട്ടും, നേട്ടം കിട്ടുമെന്നൊക്കെ. പക്ഷേ അവൻ നമ്മളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല കഠിന ഹൃദയത്തിലേക്ക്, കഠിനമാക്കപ്പെട്ട അവസ്ഥയിലേക്ക്, എത്ര രക്തം കണ്ടാലും യാതൊരു മടുപ്പുമില്ലാത്ത വിധത്തിൽ കഠിനമാക്കപ്പെട്ട അവസ്ഥയിലേക്ക് ഈ പാപത്തിൻ്റെ ശക്തി നമ്മയൊക്കെ നയിക്കുമെന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപത്തിൻ്റെ പിടിയിൽ അമർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെയോർത്ത് പശ്ചാത്തപിച്ച് കണ്ണുനീരോടെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വന്നിട്ട് പറയുമായിരുന്നു ഭർത്താവിൻ്റെ ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ച്. ഒത്തിരിയേറെ ക്രൂരമായിട്ട് സഹോദരിയെ തല്ലും. 10 പൈസ ഒരു ആശുപത്രി പോകാൻ വേണ്ടി കൊടുക്കത്തില്ല. വളരെ ക്രൂരത, വളരെ ദുഷ്ടത, വളരെ പൈശാചികതയിൽ ഈ സഹോദരിയോട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പം ഞാൻ ഓർക്ക്, ദൈവമേ, എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെ ഇതുപോലെ ഒരു മനുഷ്യന് കഠിന ഹൃദയനാകാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞാൻ പറഞ്ഞത്, ആ മനുഷ്യൻ മദ്യപാനത്തിൻ്റെ പിടി, പാപത്തിൻ്റെ പിടി, വിശ്വാസ ജീവിതമില്ല, കുമ്പസാരമില്ല, കുർബാന സ്വീകരണമില്ല, ദൈവത്തോട് ബന്ധമില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ കഠിനമാക്കപ്പെട്ട അവസ്ഥയിൽ മക്കളെ നോക്കത്തില്ല, മദ്യപിച്ച് വരും, ഒരു പൈസ വീട്ടിൽ കൊടുക്കത്തില്ല, ഭാര്യ കൂലിവേല ചെയ്ത് കാശുണ്ടാക്കണം, അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ആ ഭക്ഷണത്തിൽ ഇറച്ചി മീനില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അടി. 10 പൈസ വീട്ടിൽ കൊടുക്കാറില്ലേ മനുഷ്യൻ? എന്നിട്ടും കഠിന ഹൃദയത്തോടെ, എന്തോ അവകാശബോധത്തോടു കൂടി ഈ ഭാര്യയോട് പെരുമാറുന്ന പൈശാചികത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത് തന്നെയാണ് നമുക്കും കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പാപത്തിന് അടിമപ്പെട്ടു പോകുമ്പോൾ നമ്മൾ കഠിന ഹൃദയരാകും. പിന്നെ ദൈവത്തോട് ബന്ധമില്ലാത്ത, മറ്റുള്ളവരോട് കരുണ കാണിക്കാത്ത, അവരോട് സഹതപിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ കഠിനതയുടെ ആ കൊടുമുടിയിലെന്ന പോലെ നശിച്ച് തകർന്നു പോകും. അതുകൊണ്ടാണ്
വചനം നമ്മോട് പറയുന്ന ഒരിക്കലും ആ പാപത്തിൻ്റെ വഞ്ചനയിൽപ്പെട്ട് നശിച്ചു പോകരുത്. 1 പത്രോസ് 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ശത്രുവായ പിശാച് അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് നോക്കിക്കൊണ്ട് അവൻ നടക്കുകയാണ്. ആരെ വിഴുങ്ങണം? നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവനിങ്ങനെ നടക്കുകയാണ് അലർന്ന സിംഹത്തെ പോലെ, പാപത്തിൻ്റെ സുഖങ്ങൾ വച്ചു നീട്ടി. അതായത് നമ്മുടെയൊക്കെ വിശപ്പിനനുസരിച്ച് ഏസാവിന് മുമ്പിൽ ഇതാ ചെമന്ന പായസം വിളമ്പിയ യാക്കോബിനെ പോലെ ഇന്ന് സാത്താൻ ഈ ലോകത്തിൽ എല്ലാവിധ സുഖങ്ങളും വച്ച് വിളമ്പിക്കൊണ്ട് നമ്മെ സുഖിപ്പിക്കാനും നമുക്ക് സന്തോഷം തരാനും നമുക്ക് സുഖം തരാനും വേണ്ടി എല്ലാം വച്ച് വിളമ്പിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ ജഡികാസക്തിയുള്ള മക്കളെല്ലാവരും. ഈ ലോകത്തിൻ്റെ സുഖം വേണമെന്ന ആഗ്രഹം ഈ ജഡത്തിനുണ്ട്, സമ്പത്തുണ്ടാക്കണമെന്നുള്ള ആഗ്രഹം ഈ ജഡത്തിനുണ്ട്, അതോടൊപ്പം തന്നെ സുഖമുണ്ടാകണം, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തോ, അതിന് ഈ ലോകത്തിൻ്റെതായ പല വളഞ്ഞ വക്രതയുള്ള വഴികളുണ്ട്. ചില മക്കളൊക്കെ ഒത്തിരിയേറെ പലിശ വാങ്ങും, ചില മക്കളൊക്കെ മദ്യം വിറ്റ് കാശുണ്ടാക്കാൻ ശ്രമിക്കും, ചില മക്കളൊക്കെ കൈക്കൂലി വാങ്ങും. ഇങ്ങനെ പല മേഖലകളിലൂടെ ഈ പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് സമ്പത്തുണ്ടാക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്തൊരു പലിശക്കാരനുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഒത്തിരി പലിശയ്ക്ക് വാങ്ങിച്ച് ഒത്തിരി സമ്പത്തുണ്ടാക്കി. പക്ഷേ ഇന്ന് ആ കുടുംബം അന്യം നിന്ന് തകർന്ന് ഉള്ള വീടും വിറ്റ് തകർന്നു പോയ അവസ്ഥ. ഇതൊക്കെ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ദൈവ കൃപയില്ലാത്ത ഒരു 10 പൈസ നമ്മുടെ കുടുംബത്തിലേക്ക് പാപത്തിൻ്റെ അനന്തര ഫലമായിട്ട് കടന്നു വന്നാൽ അത് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സാമ്പത്തിക മേഖലകളെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർക്കുക ഈ ഒരു ദുഷ്ടത. അതുകൊണ്ടാണ് സുഭാഷിതങ്ങൾ പുസ്തകം 22-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, അതായത് വിതയ്ക്കുന്നത് തന്നെ നീ കൊയ്യും. അതായത് അധർമ്മം വിതച്ച് അനീതി നീ കൊയ്യും. ഒരു പാപത്തിൻ്റെ വിത്ത് വിതച്ചാൽ, ഒരു പാപത്തിൻ്റെ ഒരു അനർത്ഥം വിതച്ചാൽ അതിനനുസരിച്ച് നീ കൊയ്യാൻ പോകുന്നത് അനർത്ഥം തന്നെയാണ്. അതുകൊണ്ട് പാപത്തിൻ്റെ സുഖം നൈമിഷികമാണ്. അല്പസമയത്തേക്ക് ഒരു സമ്പത്ത് കിട്ടിയാൽ ഒരു സുഖം കിട്ടും, അല്പസമയത്തേക്ക് ഒരു പാപത്തിന് സുഖം കിട്ടിയാൽ ഒരു സുഖം കിട്ടും. പക്ഷേ അത് നൈമിഷികമാണ്. അത് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലൊക്കെ സന്തോഷവും സമാധാനവും ഉണ്ടാവുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങളിൽ സക്കേവൂസിന്റെ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ ഒത്തിരി സമ്പാദിച്ചു, ധനാഢ്യനായിരുന്നു, പക്ഷെ സന്തോഷമില്ല, സമാധാനമില്ല, സംതൃപ്തിയില്ല. ആ മനുഷ്യൻ കർത്താവിനെ കണ്ടെത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം, സെക്കമൂർ മരത്തിൽ കയറിയിരിക്കുന്നു, ഈശോ വിളിച്ചിറക്കുന്നു, അവൻ്റെ കൂടെ ഈശോ വീട്ടിലേക്ക് പോവുകയാണ്. അവനോട് കർത്താവ് പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല, കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ നിറഞ്ഞു. അപ്പോൾ അവന് പ്രകാശം നിറഞ്ഞപ്പോൾ അവന് മനസ്സിലായി, എൻ്റെ സമ്പത്ത് ഞാൻ വാരിക്കൂട്ടി വച്ചിരിക്കുക, അത് എനിക്ക് വേണ്ടിയല്ല. ആ കർത്താവിൻ്റെ പ്രകാശം നിറഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞപ്പോൾ സക്കേവൂസ് സ്വത്തിൽ പകുതി ഇതാ ദരിദ്രർക്കായിട്ട് കൊടുക്കുക. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അനേകം പേരുടെ വക ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ട്. പാപത്തിൻ്റെ അനന്തര ഫലമായിട്ട് വഞ്ചനയിലൂടെ അനേകം പേരുടെ പൈസ ഞാൻ എടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുക. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും മനസ്സിലാക്ക്, പാപത്തിലൂടെ സമ്പാദിച്ച പൈസ, പാപത്തിലൂടെ സമ്പാദിച്ച നേട്ടം, പാപത്തിൻ്റെ നൈമിഷിക സുഖം, ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തെ പിശാചിൻ്റെ പിടിയിൽ അമർത്തി അവൻ്റെ ആധിപത്യത്തിൽ പെടുത്തി നമ്മെയും നമ്മുടെ കുടുംബത്തെയും, ഇത് ഒരു വ്യക്തി ചെയ്താൽ അവനിൽ തന്നെ അവസാനിക്കുന്നില്ല. അവൻ്റെ കുടുംബത്തിലേക്ക്, പാരമ്പര്യത്തിലേക്ക്, വീട്ടിലേക്ക്, വസിക്കുന്ന മണ്ണിലേക്ക്, ജോലിയിലേക്ക്, അവൻ്റെ സകല പ്രവൃത്തികളിലേക്കും അതിൻ്റെ ആധിപത്യവും ശക്തിയും കടന്നു ചെല്ലും. അതുകൊണ്ടാണ് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നിനാലും തോൽപ്പിക്കപ്പെടാൻ അനുവദിക്കരുത്. നമ്മളൊരിക്കലും കഠിന ഹൃദയരാകരുത്. പാപത്തിൽ നമ്മൾ ലയിച്ച് സുഖിച്ച് കഴിയരുത്. പത്രോസ്ലീഹായുടെ 2-ാം ലേഖനം 2-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ പറയുന്നുണ്ട്, നമ്മുടെ ഒരു അവസ്ഥയ്ക്ക്, ഒരു കഠിന ഹൃദയമാക്കപ്പെട്ട ഒരു പാപിയുടെ വഞ്ചിക്കപ്പെട്ട അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. എന്താ പറയുന്നത്? കുളിച്ച പന്നി വീണ്ടും ചെളിയിൽ കിടന്ന് ഉരുളുന്നു, നായി ഛർദ്ദിച്ചത് തന്നെ വീണ്ടും തിന്നുന്നു. കഠിന ഹൃദയമായി പോയ ഒരു പാപിയുടെ അവസ്ഥ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കോ. നമ്മുടെ ഹൃദയം, നമ്മുടെ ആത്മാവ് എന്തുമാത്രം കഠിനമാക്കിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും വീണ്ടും പാപമാണെന്നറിഞ്ഞിട്ടും ഈ പാപത്തിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓർത്തോ, നമ്മൾ അതുപോലെ കഠിന ഹൃദയരായിട്ട് മാറിയിട്ടുണ്ട്.
പാപത്താൽ വഞ്ചിക്കപ്പെട്ട് പിശാചിനാൽ ആധിപത്യം ഉറപ്പിക്കപ്പെട്ട് കഠിന ഹൃദയരായിട്ട് ഈ പാപത്തിൽ വീണ്ടും ചെയ്യുന്നു, വീണ്ടും കുളിക്കുന്നു, വീണ്ടും ചെയ്യുന്നു, വീണ്ടും കുളിക്കുന്നു. പലപ്പോഴും നമ്മുടെ അവസ്ഥ ഇതൊക്കെയായിരിക്കും ഏതെങ്കിലും മേഖലകളിലൊക്കെ. അതുകൊണ്ട് തമ്പുരാനോട് ഈ കഠിനമായ പാപത്താൽ വഞ്ചിക്കപ്പെട്ട് കഠിനമായി പോയ ഈ അവസ്ഥയിൽ നിന്ന് കർത്താവേ, ഒരു മാംസളമായ ഹൃദയം എനിക്ക് തരണമേ എന്ന് തീവ്രതയോടെ തീഷ്ണതയോടെ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. എളിമയോടുകൂടി പറ, കർത്താവേ, ഒരു മാംസളമായ ഹൃദയം എനിക്ക് താ, പശ്ചാത്തപിക്കുന്ന ഹൃദയം എനിക്ക് താ. കർത്താവേ, ഈ പാപത്തിൽ നിന്ന്, ഈ ജഡികമായ പാപത്തിൽ നിന്ന്, ഈ തെറ്റായ സ്നേഹബന്ധത്തിൽ നിന്ന്, ഈ മ്ലേച്ഛതയുടെ ജീവിതത്തിൽ നിന്ന്, ഈ പലിശ വാങ്ങിച്ച് മറ്റുള്ളവരെ ചതിച്ച് മദ്യം വിറ്റ് ശാപം പേറുന്ന പിശാചിന് ഇടം കൊടുക്കുന്ന ഈ പാപപ്രവൃത്തിയിൽ നിന്ന് എൻ്റെ കർത്താവെ എന്നെ മോചിപ്പിക്കണമേ എന്ന് അതിശക്തമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അത് പാപത്താൽ ഒരിക്കലും നമ്മൾ വഞ്ചിക്കപ്പെടരുത്. അവൻ്റെ കെണി ചെന്ന് അതിൽപ്പെട്ട് നശിക്കരുത്. കർത്താവ് നമ്മെ വീണ്ടെടുക്കാനുണ്ട്, കർത്താവ് നമ്മെ മോചിപ്പിക്കാനുണ്ട്. ഈ പാപത്തിൻ്റെ കെണിയിൽ നിന്ന്, ഈ പാപത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനാണ് കർത്താവ് എന്ന് വന്നിരിക്കുന്നത്. ദൈവമായ കർത്താവ് ലേവ്യരുടെ പുസ്തകം 26:13 പറഞ്ഞില്ലേ, നിങ്ങൾ നിവർന്ന് നിൽക്കണം മക്കളെ, നിങ്ങൾ നിവർന്ന് നിൽക്കേണ്ടതിന് നിങ്ങളുടെ നുകത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിക്കും. കർത്താവ് പൊട്ടിക്കാൻ ഒരുക്കമാ. അതിന് സാധിക്കണമെങ്കിൽ യെശയ്യാ പുസ്തകം 50-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ബന്ധനസ്ഥയായ ജെറൂസലേമേ, നീ പൊടിയിൽ നിന്നും തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നീ നിൻ്റെ നുകത്തിൻ്റെ കെട്ടുകൾ പൊട്ടിക്കുക. നുകത്തിൻ്റെ കെട്ടുകളെ നാം പൊട്ടിക്കണം. ഈ ചെളിയിൽ നിന്ന്, പൊടിയിൽ നിന്ന് എഴുന്നേൽക്കണം. എന്നിട്ട് സാധിക്കുന്നില്ലേ, കർത്താവിനോട് പറയാൻ നമുക്ക് കഴിയട്ടെ, കർത്താവെ, എനിക്ക് നിവർന്ന് നിൽക്കണം. ഈ കഠിനമാക്കപ്പെട്ട, ഈ ബന്ധിക്കപ്പെട്ട, ഈ കെട്ടിപ്പൂട്ടപ്പെട്ട നുകത്തിൻ്റെ പിടിയിൽ നിന്ന്, കെട്ടിൽ നിന്ന് അവിടുന്ന് എന്നെ പൊട്ടിച്ച് നിവർത്തി നിർത്തണമേ എൻ്റെ കർത്താവേ എന്ന് അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനവും നൽകുവാൻ വേണ്ടി വന്ന കർത്താവ് നമ്മെ വിടുവിച്ച് മോചിപ്പിച്ച് തൻ്റെ കൃപ കൊണ്ട് നിറച്ച് നമ്മെ അനുഗ്രഹിക്കും. ഈ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന്, ഈ പാപത്തിൻ്റെ ഈ കെണിയിൽ നിന്ന്, ഈ പാപത്തിൻ്റെ കെട്ടിൽ നിന്ന് കർത്താവ് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തരും കണ്ടെത്തുക, ഏത് മേഖലയിലാണ് വഞ്ചിക്കപ്പെട്ട്, കെട്ടപ്പെട്ട്, ബന്ധിക്കപ്പെട്ട്, കെണിയിൽപ്പെട്ട് കിടക്കുന്നതെന്ന് കണ്ടെത്തുക. ഏത് പാപത്തിൻ്റെ മേഖലയാകാം, അതിൽ നിന്ന് മോചനം കർത്താവ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നു. തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പാപത്തിൻ്റെ കെണിയിൽപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് അവൻ്റെ പിടിയിൽപ്പെട്ടു പോയ അവസ്ഥ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ, നിയന്ത്രിക്കാൻ പറ്റാത്ത വികാരങ്ങളും ജഡികമായ ആസക്തികളും മദ്യപാനത്തിൻ്റെ ആധിപത്യങ്ങളും നൈമിഷികമായ സുഖത്തിന് വേണ്ടിയുള്ള നേട്ടങ്ങളും സാമ്പത്തിക മേഖലകളുമൊക്കെ ഞങ്ങൾ അറിയുന്നു കർത്താവെ, അതൊക്കെ നൈമിഷികമാണ്. അതുമാത്രമല്ല, പാപത്തിൻ്റെ പിടി, പിശാചിൻ്റെ ആധിപത്യം ഞങ്ങളുടെ ഈ കുടുംബത്തേക്ക് തകർത്തു കളയും. ഈ അവസ്ഥയിൽ നിന്നൊക്കെ മോചനം പ്രാപിച്ച് അങ്ങയിലേക്ക് തിരിയുവാൻ സക്കേവൂസിനെ പോലെ കൃപ തരണമേ. അഗസ്തീനോസ് പുണ്യവാളനെ പോലെ ഞങ്ങളെയും ബലപ്പെടുത്തണമേ കർത്താവെ. പാപത്തെ വിട്ടുപേക്ഷിച്ച് ധീരതയോടെ ആണത്തത്തോടെ അങ്ങയിലേക്ക് തിരിയുവാനും അങ്ങ് നൽകുന്ന സ്വാതന്ത്ര്യം സ്വന്തമാക്കി നിവർന്നു നിൽക്കുവാനും അവിടുത്തെ മക്കളായി ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, സകല വിശുദ്ധരെ, സകല രക്തസാക്ഷികളെ, പാപാവസ്ഥയിൽ ജീവിച്ച് അതിൽ നിന്നും മാറി ധീരതയോടെ കർത്താവിന് വേണ്ടി തീരുമാനമെടുത്ത് വിശുദ്ധരായി തീർന്ന പുണ്യാത്മാക്കളെ പ്രത്യേകമാവിധം ഈ മേഖലയിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.